ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അമ്മാതിരി കുറെ കോമഡി സംഭവങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇനി അതൊക്കെ കാണാനായി ഒട്ടും വൈകാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മിടുക്കനായിരുന്നു, പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. ഇതിപ്പോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾ ഇതെന്തിനാ ഈ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് വരുന്നതെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തേങ്ങ ഇടാൻ വന്നപ്പോൾ തേങ്ങ വീണത് തലയിലാണ്. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കരുതല്ലോ. അപ്പൊ അതിനായി ഫുൾ സേഫ്റ്റി പർക്കോഷനോട് കൂടിയാണ് ഇത്തവണ പുള്ളി എത്തിയിരിക്കുന്നത്. ഇനി തേങ്ങ എന്ത് ചെയ്യുമെന്നൊന്ന് കാണണമല്ലോ. പതുക്കെ അവനൊരു തോൽവിയാവാൻ തുടങ്ങി. ഭൂലോക തോൽവി. നമുക്കറിയാം പണ്ട് കാലത്ത് മനുഷ്യർ മൃഗങ്ങളുടെ പുറത്തും പിന്നെ മൃഗങ്ങൾ വലിക്കുന്ന ഈ കാളവണ്ടി കുതിരവണ്ടി പോലത്തെ വണ്ടികളിലും ഒക്കെ ആയിരുന്നു സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പഴയ കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്കാണ് നമ്മളിവിടെ കാണുന്നത്. നാട് കാണാൻ വരുന്നവൻ നാടിനെ പറ്റി അറിയണം, നാട് ഭരിക്കാൻ വരുന്നവൻ അവൻ ആരാണെന്ന് അറിയണം. അതൊക്കെ കൊള്ളാം, സംഗതി മാസ് ഡയലോഗൊക്കെ തന്നെ. പക്ഷെ അതിനും ഈ സമപാർശ്വ ദുർഗുണത്തിനും എന്ത് ബന്ധം? അവൻ ആരാണെന്ന് അറിയണം. ഇത് ഞാൻ ഇവിടെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാ ഒരു കാരണവുമില്ല. ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ പറഞ്ഞു അത് പോട്ടെ. ഇങ്ങനത്തെ ടീച്ചേഴ്സിനെ തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് മഴക്കാലത്ത് മഴയത്ത് കളിക്കുന്നതിന്റെ ഫണ്ണ് തന്നെ ഒന്ന് വേറെയാണെന്ന്. സംശയം ഉണ്ടെങ്കിൽ ദാ ഇവിടെ നോക്കിക്കോ. ഇനി അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് മഴ ഇല്ലാത്തപ്പോ കളിച്ച ഫണ്ണല്ല എന്നല്ല കേട്ടോ, അതും നല്ല ഫണ്ണ് തന്നെയാണ്. കണ്ടോ, സംഗതിയൊക്കെ കൊള്ളാമായിരുന്നു. പക്ഷെ പിന്നിൽ വന്ന സഹോദരന്റെ ടൈമിംഗ് തെറ്റിപ്പോയി. മഴക്കാലത്ത് പൊതുവെ ഉള്ളൊരു പ്രശ്നമാണ് ബൈക്കിൽ പോകുമ്പോൾ ബാക്കിലിരിക്കുന്നതിന്റെ ദേഹത്ത് ചളി തെറിക്കും. അപ്പൊ അതിനിവൻ കണ്ടെത്തിയ പരിഹാര മാർഗമാണിത്. ഇവരുടെ 10 കൈകൾ കടുപ്പമുള്ള ജോലി ഈസിയാക്കി. പക്ഷേ ഈ കറ കടുപ്പമുള്ള കറയും ഈസിയായി നീക്കാം. സർഫ് എക്സലിന്റെ 10 കൈകളുടെ ശക്തി കടുത്ത കറകളെയും നീക്കുന്നു ഈസിയായി. സർഫ് എക്സൽ ഈസി വാഷ്. ഇതിപ്പോ ഇതിലും നല്ലതാ ചെളി തെറിക്കുന്നത് തന്നെയായിരുന്നു. അതാകുമ്പോ പിന്നെ കഴുകിയാ പോവും. ഇനിയിപ്പോ ഈ കറ എങ്ങനെ കളയുമോ എന്തോ. ఏదో తేడాగా ఉంది. అభి మజా ఆయేగా నా భిడో. ఓ నో. ഇപ്പൊ ഇങ്ങനെയുള്ള വർക്കൗട്ടൊക്കെ ഉണ്ടോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെയാണ് ജിമ്മിൽ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണെന്ന് തോന്നുന്നു. അതവരുടെ പെർഫോമൻസിന്റെ ഭാഗമാണോ അത് അവിടുത്തെ ഫ്ലോറിൽ ആരെങ്കിലും എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ടോ? கிளம்பி 10 நிமிஷம் காடாவல அதுக்குள்ள வாமிட்டு. തമിഴ് അറിയാത്തവർക്ക് ചുരുക്കി പറഞ്ഞുതരാം. ഇവിടെ കാണുന്ന ഈ പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാം റൈഡർ ക്വീനാണ്. ട്രാവലിംഗ് ആണ് അത്ര ഹോബി. അപ്പൊ ഇതൊക്കെ കണ്ട പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സ് പുള്ളിക്കാരിയെ വിളിച്ചൊരു യാത്രക്ക് അങ്ങ് പോയി. എന്നിട്ട് യാത്ര തുടങ്ങി 10 മിനിറ്റ് ആയില്ല, അപ്പോഴേക്കും പുള്ളിക്കാരി ഛർദ്ദിച്ച് വലഞ്ഞൊരു വഴിക്കായി. இதெல்லாம் இன்ஸ்டா பயோல ஹாபி என்ன டிராவலிங்கா? പിന്നെ എല്ലാവരും കപ്പിൾസായി അവരുടെ പാടായി. നമുക്ക് ഫുഡ് നോക്കിയാൽ ഇവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. ബട്ട്
പിന്നെ അല്ല ഒരു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫോർമാലിറ്റീസ്. ആദ്യം ബർത്ത്ഡേ ബോയ് കേക്ക് കട്ട് ചെയ്ത് ഏറ്റവും ക്ലോസ് ആയവർക്ക് കൊടുക്കും, എന്നിട്ട് അവർ തിരിച്ച് ബർത്ത്ഡേ ബോയ്ക്ക് കേക്ക് കൊടുക്കും, എന്നിട്ട് വേണം ബാക്കി ക്യൂ നിൽക്കുന്നവന്മാർക്ക് കേക്ക് കിട്ടി വരാൻ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാനൊന്നും ഇവനെ കിട്ടില്ല. അവൻ്റെ ഭാഗം അവൻ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർക്ക് എന്ത് വേണേലും ചെയ്യാം. ഒരു ഫോർമാലിറ്റീസ് കാണിക്കാതിരിക്കുക, എന്ത് വേണേ ചെയ്തോട്ടെ. അങ്ങനെയും അവിടെ വിണ്ടു പൊട്ടി കിടക്കുന്നത് കണ്ടിട്ടും അതുവഴി തന്നെ വരാൻ പുള്ളി കാണിച്ച മനസ്സ് അതാരും കാണാതെ പോകരുത്. എന്തായാലും പുള്ളി വീണത് കണ്ടിട്ട് സഹായിക്കാൻ ഉടനെ തന്നെ ആ ചേച്ചി വന്നു കേട്ടോ. പക്ഷേ അപ്പോൾ നമുക്ക് കാണാം ഇന്ന് ഡിന്നർ പുറത്ത് വെച്ച് വേണോ അതോ വീട്ടിൽ വെച്ച് വേണോ എന്ന് 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവളങ്ങനെ ചൂസ് ചെയ്തു. കിട്ടിയത് ഡിന്നർ പുറത്ത് നിന്ന് കഴിക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ എന്നും വീട്ടിൽ നിന്ന് തന്നെയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് പുറത്ത് പോയി ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ ആകെ ഹാപ്പിയാവുകയും ചെയ്തു. പുറത്തുനിന്ന് ഡിന്നർ കഴിക്കണം എന്നുള്ളത് അവളുടെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നെന്ന് തോന്നുന്നു. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞു. നിങ്ങൾ കളിയിൽ നിന്ന് തെന്നിമാറി മറ്റു കളികളിലേക്ക് പോകുന്നു. നമുക്ക് ചുറ്റും വളരെ സാഹസികന്മാരായ കുറേ പേരുണ്ട്. അവർ പലപ്പോഴും വളരെ ഇമ്പ്രസീവായ കുറേ സ്റ്റണ്ടൊക്കെ കാണിക്കും. കണ്ടാൽ ആരും വീണ് പോകുന്ന തരത്തിലുള്ള സ്റ്റണ്ടുകൾ. അപ്പം അങ്ങനെയുള്ളൊരു സ്റ്റണ്ട് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ 2 പേര് ബോട്ടിൽ വരുന്നത് നമുക്ക് കാണാം. അങ്ങനെ അത്യാവശ്യം ആഴമുള്ളൊരു സ്ഥലത്ത് എത്തിയെന്ന് തോന്നിയപ്പോൾ പുള്ളി ബോട്ട് നിർത്തി വെള്ളത്തിലേക്ക് ചാടാൻ റെഡിയായി. പക്ഷെ ചാടിയപ്പോ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടത് നന്നായി, ഇല്ലെങ്കിൽ ഇപ്പൊ മുങ്ങി ചത്തേനെ. ഇനി അദ്ദേഹത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയ ഒരുത്തനെയാണ് നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹം വെള്ളത്തിൽ ഇറങ്ങാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നെങ്കിൽ ഇവൻ വെള്ളം കണ്ടപ്പോൾ തന്നെ മൂത്രമൊഴിക്കാൻ തുടങ്ങി. മരിക്കാനുള്ള വെള്ളമൊന്നും ഇല്ലടാ അവിടെ. പോയി മരിച്ചു വരൂ. அப்ப நான் பொட்டனா ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? അവിടം തൊട്ട് തുടങ്ങി ഇവിടന്ന് ഒരു 3.5 സെന്റ് സ്ഥലവും ഈ ഒരു വാഴത്തോട്ടവും ഞാൻ മേടിച്ചേക്കുന്നു കേട്ടോ. ഇതിലെ മെയിൻ ആയിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഈ 2 വാഴ, ഈ 2 വാഴ ഞാൻ എടുത്തതാണ്. ഈ ഒരു വാഴ എന്റെ വണ്ടി കൊണ്ടുപോയതാണ്. ഇവനാണ്. ഹാൻഡിൽ മാത്രം ജസ്റ്റ് ഒന്ന് ബെൻഡ് ആയിട്ടുണ്ട്, മീറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട്, ഹെഡ് ഒന്ന് ഇളകി. അങ്ങനെ പുൽപ്പള്ളിയിൽ നമ്മൾ സ്ഥലം മേടിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ടും ഇത്രയൊക്കെയല്ലേ സംഭവിച്ചുള്ളൂ. വലുത് എന്തോ വരാനിരുന്നത് ഇങ്ങനെ അങ്ങ് ഒഴിവായെന്ന് വിചാരിച്ചാൽ മതി. ഇനി ഈ 3 ചേട്ടന്മാർ ഒരു ബൈക്കിൽ കയറി പോകാൻ വേണ്ടി അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ധനമുണ്ടോ ഇനിയും നീ ഭൂലോകത്ത് ഉണ്ടാകാൻ ഒരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല. ഇതുപോലൊരു സാധനമുണ്ടോ ഇനിയും നീ ഭൂലോകത്ത് ഉണ്ടാകാൻ ഒരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. ആ ചേട്ടന്മാർക്കുള്ള ചെറിയൊരു ടിപ്പാണ്. അടുത്ത പ്രാവശ്യം വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ അടിച്ച് ഓഫായി നിൽക്കുന്ന സമയത്ത് പോകാതെ അത്യാവശ്യം സ്വബോധമൊക്കെയുള്ള സമയത്ത് നോക്കുക. സമൂഹ സേവനം ചെയ്ത് നാടിന്റെ നല്ല മക്കൾ മാതൃകയായി. ഇനി എന്തായാലും ഒരു പ്രാങ്ക് ആവാം.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.